ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എഗ്ഗ് കൊണ്ട് ഒരു ഫിംഗർ ടൈപ്പ് ഒരു 4 മണി പലഹാരമാണ്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ, നല്ല ടേസ്റ്റ് ഉള്ളതാണ്, സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എഗ് ഫിംഗേഴ്സ് തയ്യാറാക്കാൻ വേണ്ടി 8 മുട്ടയിനെടുത്തുള്ളത്. 6 മുട്ട നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണം, ഉപ്പും കുരുമുളക് പൊടിയും കൂട്ടിയിട്ട്. 2 മുട്ട നമ്മൾ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് കോൺഫ്ലവർ 1/4 കപ്പ്, ഒറിഗാന 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, എരിവിനനുസരിച്ച് നമുക്ക് അത് മാറ്റം വരുത്താം. ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, മൈദ 1/4 കപ്പ്, റസ്ക് പൊടി ഇങ്ങനെ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആദ്യം നമ്മൾ മുട്ട 6 എണ്ണം പൊട്ടിച്ചെടുക്കാം. അപ്പോൾ 6 മുട്ട ഞാൻ പൊട്ടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ആദ്യം നമ്മൾ മുട്ടയിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. അതിനുശേഷം കുരുമുളക് പൊടി 1 സ്പൂൺ ചേർക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലോണം ഉപ്പും കുരുമുളക് പൊടി, വേറെ എരിവൊന്നും നമ്മൾ ചേർക്കണില്ല. കുരുമുളക് പൊടി ഉപ്പ് മാത്രമേ ചേർക്കണുള്ളൂ. ആദ്യം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് സ്റ്റീമർ വയ്ക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ തട്ട് വയ്ക്കാം, ആവിയിൽ വരാനായിട്ട്. എന്നിട്ട് നമുക്ക് തട്ട് വയ്ക്കാം. എന്നിട്ട് ആവി ഒന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ശരിയാക്കാം. ഒരു 2 ഒറ്റ മതി ഓയിൽ ഒഴിച്ച് നമുക്കതൊന്ന് തടവിയെടുക്കാം. നമ്മൾ മുട്ട ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തടവണത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. അതിലേക്ക് നമ്മൾ മുട്ട അടിച്ചത് നല്ലോണം ഒന്നങ്ങനെ ഇളക്കി ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച് വെച്ച മുട്ട നല്ലോണം ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് ആവിയിൽ വേവിക്കാം. നമ്മളൊരു ലിഡ് വെച്ചിട്ട് ഒന്ന് മൂടിയിടാം. അപ്പോൾ ആവി വെള്ളം വീഴാണ്ടിരിക്കത്തില്ല. എന്നിട്ട് അടച്ചു വയ്ക്കാം. 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിങ്ങനെ തുറന്നെടുക്കാം. വെന്തുണ്ടാവും നോക്കാം. ഒക്കെ വെന്തുണ്ടാവും, നല്ല മുട്ട നല്ലോണം വെന്തുണ്ടാവും. നമുക്ക് തുറന്ന് സൈഡ് ഒന്ന് ചൂടാറിയതിന് ശേഷം സൈഡ് ഒന്ന് ഇങ്ങനെ കാണിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഓയിൽ പരട്ടിയ കാരണം ഈസി ആയിട്ട് കിട്ടും. നമുക്ക് ആദ്യം വേവിച്ച മുട്ടയെടുത്ത് സൈഡിൽ നിന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഓയിൽ കൊടുത്ത കാരണം ഈസി ആയിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നമുക്ക് നടത്തി ഇങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിന് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം. നമുക്ക് മുട്ട നമ്മൾ വേവിച്ച് വെച്ചത് എടുത്തത് നല്ല ഭംഗിയിൽ മുറിച്ചെടുക്കാം. തിക്കുണ്ടെങ്കിൽ ഒന്നുകൂടി മുറിക്കുക. ഇതിപ്പോൾ മീഡിയം തിക്കുള്ളൂ. ഫിംഗർ പോലെ നല്ല ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. അപ്പം അത് വറുത്ത് കോരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. നല്ല ഫിംഗർ ഷേപ്പിൽ കിടക്കും. എഗ് ഫിംഗേഴ്സ് എന്ന് പറയും. ഇതൊക്കെ ഞാൻ മുറിച്ച്
വെച്ചിട്ടുണ്ട്. ഇനി ഓരോ കഷ്ണങ്ങളായിട്ടിടാം. ആദ്യം നമുക്കിത് മുക്കി പൊരിക്കാനുള്ള മാവ് തയ്യാറാക്കാം. അതിനു വേണ്ടി കോൺഫ്ലവർ, മൈദ, ചില്ലി പൗഡർ, ഒറിഗാനോയുടെ പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇത് നമുക്കിങ്ങനെ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇതിലാദ്യം മുക്കണം, എന്നിട്ട് വേണം മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് വറുക്കാനായിട്ട്. ഒറിഗാനോ ഓപ്ഷനിൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. നമുക്ക് 2 മുട്ട പൊട്ടിച്ചെടുക്കാം. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മൾ ഫിംഗർ ഷേപ്പിൽ നമ്മൾ മുറിച്ച് വെച്ചത് ആദ്യം ആ നേരത്തെ കൂട്ടിയ മൈദയും കോൺഫ്ലവറും കൂട്ടിയിൽ മുക്കിയിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. അതിന് വേണ്ടി ഇനി നമുക്ക് ഓയിൽ ഒഴിച്ച് പാത്രം ചൂടാക്കാൻ വയ്ക്കാം. തവേലത്തെ വെള്ളം ഒന്ന് വറ്റണം, എന്നിട്ട് വേണം നമുക്ക് ഓയിൽ ചേർക്കാനായിട്ട്. വെള്ളം പൊട്ടിത്തെറിക്കുക. അപ്പോൾ ഇത് വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം ഓയിൽ ചേർത്തിട്ട് നമുക്ക് ഓരോന്ന് മുക്കി പൊരിച്ച് ആദ്യം നമുക്ക് സ്ലൈസായിട്ട് നുറുക്കി വെച്ചത് ആദ്യം കോൺഫ്ലവറിൽ ഇതിൽ മുക്കി, പിന്നെ മുട്ടയിൽ മുക്കി, അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കുക. നല്ല ക്രിസ്പി ആവും മുട്ടയിൽ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ അല്ലാതെ അങ്ങനെ ചെയ്യണം. എന്നിട്ട് വേണം എണ്ണയിൽ വറുത്ത് കോരാനായിട്ട്. അപ്പം നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാം. നല്ലോണം ബ്രെഡ് ക്രംസിലും മൈദ കോൺഫ്ലവറിലോ കൂട്ടിലൊക്കെ മുക്കി വെച്ചിട്ടുണ്ട് മുട്ടയിലും. ഇനി നമുക്ക് ഓയിൽ ചൂടാവുമ്പോൾ ഓരോന്നായിട്ട് പൊരിച്ച്, ഓയിൽ നല്ലോണം ചൂടായിട്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് വറുത്ത് കോരാം. തവേര വലിപ്പനുസരിച്ച് നമുക്ക് ഇടാം. ഒന്ന് മുരിഞ്ഞിട്ട് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടൊക്കെ വെന്ത കാരണം ജസ്റ്റ് ഒന്ന് ക്രിസ്പിന് ഒരു ഇതായി കിട്ടിയാൽ മതി. മറിച്ച് കോരിയെടുക്കാം. ഉള്ളൊക്കെ വെന്ത കാരണം അധികം നിന്ന് മുരിയേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ എടുക്കാം. അപ്പോൾ നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ച ഒരു പ്ലേറ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എണ്ണ വലിച്ചെടുക്കാനായിട്ട്. അതിലേക്ക് വറുത്ത് കോരാം. ഇങ്ങനെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി നിൽക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് വറുത്ത് കോരാം. ഏകദേശം ഈ ഒരു കളറാവുമ്പോൾ വറുത്ത് കോരാം. എണ്ണ വലിക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ആയാൽ മതി. ഈ ഒരു പാകത്തിന് എടുക്കാം. നമ്മുടെ എഗ്ഗ് ഫിംഗർ നമ്മളെല്ലാതും വറുത്ത് കോരിയുണ്ട് നല്ലൊരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോസും കൂട്ടി മുക്കി തിന്നാൽ നല്ലൊരു ടേസ്റ്റാണ്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നത്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ
സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.